സോ എല്ലാവർക്കും നമസ്കാരം. നമ്മള് MWG 111 വുമൺ ഇൻ ദ എക്കോണമി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ടിട്ട് നമ്മൾ ആ ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് ഇന്ന് കടക്കാൻ പോവുകയാണ്. സോ നമുക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ അതിന് എത്ര ബ്ലോക്കുകളും യൂണിറ്റുകളും പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിന്റെ നെയിം കൊണ്ട് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. വുമൺ ഇൻ ദ എക്കോണമി എന്നിട്ടുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഹിസ്റ്ററി പോലെ വരുന്ന കാര്യങ്ങളുണ്ട്, കുറച്ച് ഫാക്ച്വൽ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്, കുറച്ച് ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. സോ എല്ലാ തരത്തിലും പറഞ്ഞു പോകാൻ പറ്റുന്ന നമുക്ക് ഹിസ്റ്ററി ആയാലും പാസ്റ്റിലായാലും പ്രസന്റിലായാലും എല്ലാ രീതിയിലും പറഞ്ഞു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് വുമൺ ഇൻ ദ എക്കോണമി എന്ന് പറയുന്നത്. പേര് കേൾക്കുന്നത് പോലെ തന്നെ സിമ്പിൾ ആണ്, റീഡ് ചെയ്യാൻ കുറെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിലും ബട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ്. ഒരു വൺ ടൈം റീഡിങ്ങിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനും പിന്നെ ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള റീഡിങ്ങിലൂടെയും ക്ലാസ് കേൾക്കുന്നതിലൂടെയും നോട്ട്സ് ടൈപ്പ് ചെയ്യുന്നതിലൂടെയും നോട്ട്സ് റെക്കോർഡ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക് നമ്പേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഈ MWG 111 വുമൺ ഇൻ ദ എക്കോണമി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന് 5 ബ്ലോക്സ് ആണ് വരുന്നത്. ഈ 5 ബ്ലോക്സിൽ ഡിഫറെന്റ് ആയിട്ട് അബൌട്ട് 20 അബൌവ് യൂണിറ്റ്സ് വരുന്നുണ്ട്. ഈ യൂണിറ്റ്സ് ഒക്കെ കൂടെ നമുക്ക് ഒരു 40 അബൌവ് ക്ലാസ്സുകളിൽ തീർക്കാവുന്നതാണ്. സോ എല്ലാവരും ഈ ഓരോ ക്ലാസ്സുകളും സൂക്ഷ്മമായിട്ട് തന്നെ വീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെയും അറിയിക്കണം എന്ന് ഫസ്റ്റ് തന്നെ പറയാണ്. പിന്നെ മുഴുവനായിട്ട് കേൾക്കാൻ ഈ ഒരു ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെയും നിങ്ങൾ കേട്ടിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്തായാലും ക്ലാസ് തുടങ്ങാം. സോ നമുക്ക് ക്ലാസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പക്ക ഇൻട്രൊഡക്ഷൻ ആയിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാവാം. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ബ്ലോക്കുകൾ 5 ഉണ്ടെന്ന് പറഞ്ഞു. സോ ഏതൊക്കെ ബ്ലോക്കുകൾ ഉണ്ട്, ബ്ലോക്സിന്റെ നെയിം, അതിൽ വരുന്ന കണ്ടന്റ് ഓർ യൂണിറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് കൺസെപ്ച്വലൈസിങ് വുമൻസ് വർക്ക് എന്നാണ്. ഈ വുമൻസ് വർക്കിന്റെ ഒരു ഐഡിയ, അതിന്റെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ഐഡിയ എന്താണ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തിയറി പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യമായിരിക്കും ആദ്യം പഠിക്കാം. സോ അതേപോലെ തന്നെ ഏറ്റവും കൺസെപ്ച്വൽ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റുകളായിരിക്കും ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിലൊക്കെയും എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വർക്ക് എന്താണ് ഡിഫൈൻ ചെയ്യുക. യൂണിറ്റ് 1ന്റെ നെയിം നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഡിഫൈനിങ് വർക്ക് എന്നാണല്ലേ യൂണിറ്റ് 1ന്റെ പേരും. ആ യൂണിറ്റ് 1ന്റെ പേര് പോലെ തന്നെ അതിൽ വരുന്ന അണ്ടർ വരുന്ന സബ് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. ഈ ടോപ്പിക് വളരെ എളുപ്പമാണ്. യൂണിറ്റ് 1ൽ എന്തൊക്കെ ഡിഫൈനിങ് വർക്ക് എന്ന യൂണിറ്റ് 1ൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. കൺസെപ്റ്റ് ഓഫ് വർക്ക്, എന്താണ് വർക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞു പോകും. ജെൻഡർ റോൾസ്, സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ വരുന്നുണ്ട്. സോ വലിയൊരു കാര്യമൊന്നും ഈ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നില്ല. കാരണം നമുക്ക് ക്ലാസ് എടുത്തു പോകുമ്പം ഒക്കെയും ഈ ഒരു ടോപ്പിക്കുകളൊക്കെയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടോപ്പിക് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്തിയിട്ട് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്നുള്ളൂ. ജെൻഡർ റോൾസ്, സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നുണ്ട്. അതിൽ നമുക്കറിയാം ലോകത്തിൽ പകുതിയോളം വരുന്നത് വുമൺ ആണ്. അല്ലെങ്കിൽ വുമൺ മെൻ കാറ്റഗറി എടുത്തു നോക്കുമ്പം ഹാഫ് ഓഫ് ദ പോർഷൻ വുമൺ ലീഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും 1/10 മാത്രമേ വുമൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലോബൽ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്. ഈ ഫാക്റ്റൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള കറക്റ്റ് നമ്പേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ വെൽത്ത് ഹോൾഡ് ചെയ്യുന്നതും അതിലും കുറവായിട്ടാണ് വുമൺ ഹോൾഡ് ചെയ്യുന്നത്. നമ്മളെ സമ്പത്തിന്റെ പല സമ്പത്ത് പലതും ഇപ്പോഴും മെയിലിന്റെ കയ്യിലാണ്. വുമൺ എപ്പോഴും എന്താ പറയാ ഒരു സ്വത്തവകാശത്തിനോ അല്ലെങ്കിൽ സമ്പാദിച്ച സ്വത്ത് കൈവകാശം വെക്കാനുള്ള ഒരു സപ്പോർട്ടും ഈ ഒരു കാലഘട്ടത്തും 2025 ഇപ്പോഴും ഇല്ല എന്ന് പറയുന്ന കുറെ റിപ്പോർട്ടുകൾ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്.
ദെൻ വരുന്ന ടൈപ്സ് ഓഫ് വർക്ക് വുമൺ പെർഫോം ആണ്. എന്തൊക്കെ തരം ജോലികളിലാണ് വുമൺ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാനുണ്ടാവും. അർബൻ സെക്ടറിൽ കൂടുതലായിട്ടുള്ളത് സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടറിലാണെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കാണും. ദെൻ എന്യൂമറേഷൻ ഓഫ് വുമൺസ് വർക്ക് എപ്പോഴും അണ്ടർസ്കോർ ചെയ്യാണല്ലേ ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50% ഓഫ് വുമൺ ഉണ്ടെങ്കിലും വേൾഡിൽ 50% ഓഫ് വുമൺ ഉണ്ടെങ്കിലും വുമന്റെ പാർട്ടിസിപ്പേഷൻ ഇൻ ലേബർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇറ്റ്സ് അബൌട്ട് ഓൺലി 30% ഒക്കെ ഉണ്ടാവുള്ളൂ വുമണ്ട് വർക്ക് ചെയ്യുന്ന ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അതിലും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ലേഡീസ് അല്ലെങ്കിൽ വുമൺ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ വുമണ്ട് ലേബർ അണ്ടർസ്കോർ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ എന്യൂമറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കുറവ് കാണുന്നുണ്ട് നമ്മൾ ഈ ഒരു ഗ്ലോബൽ എക്കോണമിയിൽ. അതും നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്തു പോകും. ഈ ഒരു വലിയ വേർഡ്സോ അല്ലെങ്കിൽ വലിയ വേർഡ്സ് ആണെന്ന് തോന്നുന്നില്ല, ബട്ട് ഇത്തരം ഒരു സബ് ടോപ്പിക്കിന്റെ നെയിംസ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിച്ചു പോകുന്നുള്ളൂ. ലൈക്ക് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫാക്ട് അറിയുകയാണെങ്കിൽ തള്ളാം. എല്ലാം വെച്ച് തള്ളാം എന്നുള്ളതല്ല, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് വുമൺ ഇൻ ദ എക്കോണമി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് വിസിബിലിറ്റി ഓഫ് വുമൺസ് വർക്ക് എന്നാണ്. വിസിബിലിറ്റി ഓഫ് വുമൺസ് വർക്കിന്റെ ഇമ്പോർട്ടന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഫെമിനിസ്റ്റ് ഡിബേറ്റ്സ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. റീഡിഫൈനിങ് വർക്കും പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഫെമിനിസ്റ്റ് ഡിബേറ്റ്സ് അടുത്ത പല യൂണിറ്റുകളിലും വീണ്ടും വരുന്നുണ്ട്. സോ നെക്സ്റ്റ് യൂണിറ്റ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, യൂണിറ്റ് 2 ആണ് നെക്സ്റ്റ്. ദാറ്റ് പ്രൊഡക്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് വർക്ക് ആണ്. സോ ട്രഡീഷണൽ ഡിസ്കോഴ്സ്, വുമൺ ആൻഡ് വർക്ക് ആൻഡ് കണ്ടംപററി ഡിസ്കോഴ്സ്, ഫെമിനിസ്റ്റ് എക്കണോമിക്സ്. സോ വുമൺ വർക്കിന്റെ ട്രഡീഷണൽ ഡിസ്കോഴ്സും കണ്ടംപററി ഡിസ്കോഴ്സും ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് വർക്ക് ആസ് മെൻഷൻഡ് ഇൻ യൂണിറ്റ് നെയിം. സോ പ്രൊഡക്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് വർക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അക്യുമുലേഷൻ, പെയ്ഡ് വർക്ക്, അൺപെയ്ഡ് കെയർ വർക്ക്, ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ്. ഈ നമുക്കറിയാം വുമന്റെ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോലും വുമന്റെ ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വുമൺ ചെയ്യുന്ന വർക്ക്, ഹൗസ് ഹോൾഡിൽ ചെയ്യുന്ന വർക്ക് അതൊരു ഇൻകം ആയിട്ടോ അല്ലെങ്കിൽ റവന്യൂ ആയിട്ടോ നാഷണൽ ഇൻകത്തിൽ കണക്കാക്കുന്നില്ല. സോ അതേപോലെയുള്ള കെയർ വർക്ക്സ്, ഈ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ വീടുകളിലെ ആളുകളെ ശുശ്രൂഷിക്കുന്നത്, പരിചരിക്കുന്നത്, വീടുകളിലെ ഹൗസ് ഹോൾഡ് കോഴ്സ് ഒക്കെ ചെയ്യുന്നത് കെയർ വർക്ക്സ് എന്നാണ് പറയുക. നമ്മൾ പൊതുവെ കെയർ വർക്ക്സ് എന്നാണ് പറയുക. പിന്നെ നഴ്സിംഗ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് വർക്ക്, ഹോം നഴ്സിംഗ് കൈൻഡ് ഓഫ് വർക്ക് ഒക്കെ കെയർ വർക്ക്സ് എന്നാണ് പറയുക. ഈ കെയർ വർക്ക്സിനൊന്നും നമ്മൾ കെയർ വർക്ക്സിന്റെ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അതില് ആ ഒരു കാര്യങ്ങളൊക്കെയും അതിൽ വരുന്ന ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സസ് ഒക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. ദെൻ നെസസിറ്റി ഓഫ് മെഷർമെന്റ് ആൻഡ് വാല്യുവേഷൻ, ദാറ്റ് പ്രൊഡക്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് വർക്ക്. ഇതൊക്കെയും സ്ത്രീകളുടെ വർക്കിന് ഒരു ന്യൂമറേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കണക്ക് വെക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലേ? അതൊക്കെ ആവശ്യകത ഇല്ലേ? കാരണം നമ്മൾ എന്താ, എത്ര സ്ത്രീകൾ ജോലി ചെയ്യുന്നു, അവർക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷന്റെ എത്ര ശതമാനം ജോലി ചെയ്യുന്നു, ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കണക്ക് എന്താ പറയുക, സർവേ എന്നുള്ള പറയുന്നത് നമുക്ക് കൂടുതലായിട്ടുള്ള റിസർച്ചിനും കൂടുതലായിട്ടുള്ള പഠനത്തിനൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. സോ അതിന്റെ മെഷർമെന്റും വാല്യുവേഷനെ പറ്റിയിട്ടാണ് അടുത്തൊരു ടോപ്പിക്കിൽ പറയുന്നത്. സോ അടുത്തത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ മെഷർമെന്റ്. കുറച്ച് മെഷർമെന്റ്സ് നമ്മൾ പഠിക്കും. അതുമാണ് യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് യൂണിറ്റ് 3, സെഗ്മെന്റേഷൻ. സോ അണ്ടർസ്റ്റാൻഡിങ് ദ സെഗ്മെന്റേഷൻ ഓഫ് ദ ലേബർ മാർക്കറ്റിന്റെ സെഗ്മെന്റേഷൻ എന്താണെന്ന് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അതിന്റെ കോസസ്, എഫക്ട്സ്, റെമഡീസ് ഓഫ് സെഗ്മെന്റേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. വേജ് ഡിഫറൻഷ്യൽസ്, അത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്യുന്ന ഒരു വേർഡ് ആയിരിക്കും അല്ലെ, ടോപ്പിക് ആയിരിക്കും. കാരണം വേജ് ഡിഫറൻഷ്യൽസ് എന്ന് പറയുമ്പം നമുക്ക് തന്നെ ചിലപ്പം ഈ ഒരു എക്സാം എഴുതുന്ന അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളിൽ പല ഏജ് ഓഫ് ആളുകൾ ഉണ്ടാവും. ഇപ്പം ഡിഗ്രി ചെയ്ത ഫ്രഷ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ വർക്കിന്റെ കൂടെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വേജ് ഡിഫറൻഷ്യൽസ് എന്ന് പറയുന്നത്. ഒരു ജോലി സ്ഥലത്ത് സെയിം കൈൻഡ് ഓഫ് വർക്ക് ചെയ്യുന്നതിൽ മെയിലിന് കൂടുതൽ സാലറിയും ഫീമെയിലിന് കുറവ് സാലറിയും ഒക്കെ ഇപ്പോഴും അതേപോലെ ഫോളോ ചെയ്ത് പോകുന്ന ഫേംസ് ഉണ്ട്.
പ്രൈവറ്റിലായാലും ഈവൻ പബ്ലിക്കിലായാലും. സോ ഈ വേജ് ഡിഫറൻഷ്യൽസിന്റെ കാര്യങ്ങൾ, അതിന്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, നേച്ചർ, ഡിറ്റർമിനൻസ്, കോസസ് ആൻഡ് റെമഡീസ് ടു വേജ് ഡിഫറൻഷ്യൽസ്, സെയിം സാധനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 4 ആണ് വരുന്നത്, എസ്റ്റിമേറ്റിംഗ് വുമൺസ് വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ഫോഴ്സ് കോമ്പോസിഷൻ, സെൻസസ് ഓഫ് ഇന്ത്യ, NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, ആൻഡ് വുമൺ ഇൻ ദ ഇൻഫോർമൽ എക്കോണമി. വർക്ക് ഫോഴ്സ് കോമ്പോസിഷൻ, എത്രത്തോളം ആളുകൾ ഏതൊക്കെ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ കിട്ടും. ദെൻ സെൻസസ് ഓഫ് ഇന്ത്യ, സെൻസസ് നമുക്കറിയാലോ, പോപ്പുലേഷൻ, നമ്മുടെ രാജ്യത്ത് എത്ര ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. അത് കൂടാതെ തന്നെ അതിൽ ഉള്ള ആളുകളുടെ അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത് സെൻസസിലാണ്. നമ്മുടെ ലാസ്റ്റ് സെൻസസ് 2021 നടക്കേണ്ടതായിരുന്നു. കോവിഡ് കാരണം മാറ്റിവെച്ചൊരു സംഗതിയാണ്. അത് കാരണം ഉണ്ടാവുന്ന പല വിഷയങ്ങളും നമ്മൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് റിസർച്ച് ആയാലും പല പ്ലാൻസും പോളിസിയും റീകൺസ്ട്രക്ട് ചെയ്യാനാണെങ്കിലും പല രീതിയിലും ഗവൺമെന്റിനായാലും പീപ്പിളിനായാലും ഒരു നല്ലൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമാണ് സെൻസസ് ഡിലേ ആവുന്നത്. ബട്ട് ഇപ്പോഴും സെൻസസ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാണ് സെൻസസ് വരിക എന്നുള്ളത്. ആസ് എക്കണോമിക് പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് എന്ന നിലയിൽ നമ്മൾ ഈഗർലി വെയിറ്റിംഗ് ആണ് നെക്സ്റ്റ് സെൻസസ് എപ്പോൾ ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ളതിൽ. സോ നെക്സ്റ്റ് NSSO, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കില്ല NSSO എന്ന് പറയുന്നത്. നമ്മള് സെൻസസ്, ഇന്ത്യയിലെ സെൻസസ് എടുക്കുന്ന ഒരു ഇതാണ്, അതോറിറ്റിയാണ് NSSO എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് വുമൺ ഇൻ ദ ഇൻഫോർമൽ എക്കോണമി. ഇൻഫോർമൽ സെക്ടറും, നമുക്ക് ഫോർമൽ സെക്ടറും ഇൻഫോർമൽ സെക്ടറും ഉണ്ട്. ഈ ഫോർമൽ സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഈ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഫോർമൽ സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന മാത്രം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസ് മാത്രമാണ് ഫോർമൽ സെക്ടറിൽ വരിക എന്നുള്ളതാണ്. ബട്ട് നോട്ട് ദാറ്റ് കറക്റ്റ്. ഫോർമൽ സെക്ടറിൽ വരുന്നത് ഗവൺമെന്റ്, ഓഫ് കോഴ്സ് ഗവൺമെന്റിന്റെ എംപ്ലോയീസ് എന്തായാലും വരും. പിന്നെ നമുക്ക് കോൺട്രാക്ച്വൽ ആയിട്ട് നമുക്ക് ലൈഫിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരു രീതിയും, അതിന് പല ക്രൈറ്റീരിയ ഉണ്ട്, ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള. അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കോൺട്രാക്ച്വൽ ആയിട്ട് ഇത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന സാലറി, ഹൈ പെയ്ഡ് സാലറി ആയിട്ടുള്ള എല്ലാതും ലൈക്ക് MNCs, മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെയുള്ള നല്ല ജോബ്സ് ഒക്കെ നമുക്ക് ഫോർമൽ സെക്ടറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് കറക്റ്റായിട്ട് ഡെഫിനേഷൻ ഉണ്ട്. ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് അത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സ്കിപ്പ് ചെയ്തു പോകുന്നത്. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കുറച്ച് മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്നത്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. സോ വുമൺ ഇൻ ദ ഇൻഫോർമൽ എക്കോണമി ആണ് യൂണിറ്റ് 4 ലാസ്റ്റ് ടോപ്പിക്. സോ നെക്സ്റ്റ് ബ്ലോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാഫിക്കൽ ഇഷ്യൂസ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ വുമൻസ് വർക്ക്. ഞാൻ പറഞ്ഞു ഇത് പല സംഗതികൾ കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഈ സബ്ജക്റ്റിന്റെ കണ്ടന്റ് വരുന്നത് എന്നത്. നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ജനറൽ ആയിട്ട് കറന്റ്ലി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഹിസ്റ്റോഗ്രാഫിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി, ചരിത്രപരമായിട്ട് എങ്ങനെയാണ് വുമൺസ് വർക്കിൽ വരുന്ന ഡിബേറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഇന്റർനാഷണൽ ഡിബേറ്റ്സ് ആണ്. ഇവിടെ തൊട്ട് യൂണിറ്റ് 5 ആണ് തുടങ്ങുന്നത്. യൂണിറ്റ് 5 ടു ഐ തിങ്ക് യൂണിറ്റ് 10 വരെ ഈ ഒരു ബ്ലോക്കിൽ പോകുന്നുണ്ട്. ഇന്റർനാഷണൽ ഡിബേറ്റ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് വുമൺ, ദെൻ ലിമിറ്റേഷൻ ആൻഡ് സ്ട്രെങ്ത്. ഫസ്റ്റ് ടോപ്പിക് അതാണ്. അതില് എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് വുമൺ, ലിമിറ്റേഷൻ ആൻഡ് സ്ട്രെങ്ത്. ഒരു വുമൺ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ലിമിറ്റേഷനും സ്ട്രെങ്ത്തും എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടൊന്ന് ചിന്തിച്ചാൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇതും. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള പല ടോപ്പിക്കുകളും. നമുക്ക് കോമൺ റീഡിങ് കൊണ്ട് എഴുതാൻ പറ്റുന്ന പല ടോപ്പിക്കുകളും ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നുണ്ട്. സോ അത്രയും ഈസിയാണ് ഈ സബ്ജക്റ്റ്. ദെൻ വരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് ഫാമിലി ലൈഫ്, ദ ബാലൻസിങ് ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് കുറെ ജേർണൽസ് കാണാം. കുറെ ജേർണൽസ് എന്ന് വെച്ചാൽ കുറെ അധികം ജേർണൽസ് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു
ഇഗ്നോന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മളെ റെഫറൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ വർക്ക് ആൻഡ് ഫാമിലി ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഡിബേറ്റ് ആയിട്ട് ഈ കാലത്ത് നടക്കുന്നതാണല്ലേ. ഇപ്പം വരുന്നത് വെച്ചാല് വുമൺ വർക്കിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ്, ഇപ്പം ഫാമിലിയിലെ ഹൗസ് ഹോൾഡ് കോഴ്സ് ഒക്കെ ആയാല് നമ്മള് പാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് അവിടെ മെന്നും വുമണും വർക്ക് ചെയ്യണം എന്നുള്ള ചിന്താഗതി ഈ ഒരു ജനറേഷനിൽ നല്ലോണം കടന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ അത് എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പല റിസർച്ചുകളും ജേണൽസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പല റിസർച്ചേഴ്സും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെയൊക്കെ ഒരു നാരോ വേർഷൻ നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിലൂടെ പറഞ്ഞു പോകുന്നതാണ്. ദെൻ ഫെമിനൈസേഷൻ ഓഫ് പോവർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു പോകും. വുമൺ ഇൻ എ ലേണിംഗ് സൊസൈറ്റി, വുമൺസ് വർക്ക് ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ, ഈ ഒരു 3 ടോപ്പിക്കുകളും നമുക്ക് ഒരു അംബർലൈൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ്. ലൈക്ക് ഈ ഒരു ഇന്റർനാഷണൽ ഡിബേറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്തായാലും ഈ ഒരു 5 ടോപ്പിക്കുകൾ. ബട്ട് ഈ ലാസ്റ്റ് 3 പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു അംബർലൈൻ്റെ അടിയിലേക്ക് വരുന്നതാണ്. സോ അതൊരുമിച്ച് നമുക്ക് എന്തായാലും യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്തു പോവാം. ദെൻ വരുന്നത് യൂണിറ്റ് 6 ആണ്. അതിൽ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടത് എന്തായിരുന്നു, ഇന്റർനാഷണൽ ഡിബേറ്റ്സ് ആണല്ലേ. ഇന്റർനാഷണൽ ഡിബേറ്റ്സ് ആണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്. ബട്ട് ഇവിടെ നമ്മൾ ഇന്ത്യൻ ഡിബേറ്റ്സ് 1ഉം ഇന്ത്യൻ ഡിബേറ്റ്സ് 2ഉം നമ്മൾ ഡിസ്കസ് ചെയ്യും 6 and 7. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആസ് ഓഫ് കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏറ്റവും ബേസിക് ആയിട്ട് വുമൺ വർക്കേഴ്സ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്, നമ്മൾ നേരത്തെ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ സെക്ടർ പറഞ്ഞു, സെയിം സാധനമാണ് അൺഓർഗനൈസ്ഡും ഓർഗനൈസ്ഡും എന്ന് പറയുന്നത്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ പറയുന്നുണ്ട്, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നുണ്ട്. സോ ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ പഠിക്കും. ദെൻ പ്രോബ്ലംസ് ഓഫ് വുമൺ വർക്കേഴ്സ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ നമ്മൾ ഇത് പറയുന്നുണ്ട്. ദെൻ വുമൺ വർക്കേഴ്സ് ഇൻ ദ ഓർഗനൈസ്ഡ് സെക്ടർ. സോ ഈ ഒരു ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ള ഡിബേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു, അല്ലെങ്കിൽ അത് നമ്മൾ ഡിഫറൻസേക്കും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ദെൻ 5-year പ്ലാനിൽ വുമന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നുണ്ട്. 5-year പ്ലാൻസ് ഏതൊക്കെ 5-year പ്ലാൻ ആണ് വുമൺ വർക്കേഴ്സിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നെക്സ്റ്റ് യൂണിറ്റ് 7 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഡിബേറ്റ്സ് 2 ആണ് വരുന്നത്. ഇന്ത്യൻ വുമൺ വർക്കേഴ്സ് കണ്ടംപററി ചാലഞ്ചസ് ആണ് ഇതിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ ഫോളിങ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ് എന്ന് പറയുന്നത്, ഇന്ത്യ ഏറ്റവും കൂടുതലായിട്ട് അൺഎംപ്ലോയ്മെന്റ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6-ൽ നിന്ന് അതിൽ കൂടുതലേക്ക് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ ആ ഒരു ടൈമിൽ ഇന്ത്യൻ ഡിബേറ്റ്സിൽ വുമണിന്റെ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതും ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈം കൂടെയാണ്. ഇന്റർസെക്ഷനാലിറ്റി ഓഫ് വുമൻസ് വർക്ക് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, കണ്ടംപററി സിറ്റുവേഷൻ ആൻഡ് നിയോ ലിബറലിസം ആൻഡ് വുമൺ വർക്കേഴ്സ്, വേ ഫോർവേഡ്, റൈസിംഗ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ, ക്വസ്റ്റ്യനിങ് ജെൻഡേർഡ് ഓർഗനൈസേഷൻ. സോ ഒരു കുറച്ചും കൂടി അപ്വേർഡ് ആയിട്ട് ഇന്ത്യൻ ഡിബേറ്റ്സ് ഫസ്റ്റ് എന്ന ഒരു ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നുള്ള ഡിഫറൻസിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഫോർവേഡ് ആയിട്ട് അല്ലെങ്കിൽ അപ്വേർഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു യൂണിറ്റിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടെ തന്നെ ഈ യൂണിറ്റുകളൊക്കെയും ഇരിക്കണമെന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ദെൻ യൂണിറ്റ് 8 മൊബിലൈസേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ബാക്ക്ഗ്രൗണ്ട് അതിന്റെ ഫസ്റ്റ് വരുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിക്കും. പിന്നെ മൂവ്മെന്റ്സ്, അതിൽ വരുന്ന മൂവ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കും. പിന്നെ തിയററ്റിക്കൽ അസംപ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊബിലൈസേഷൻ ആൻഡ് റെസിസ്റ്റൻസിന്റെ ഹിസ്റ്റോറിക്കൽ സിനാരിയോ നമ്മൾ ഡിസ്കസ് ചെയ്യും. വുമൺസ് എക്സ്പീരിയൻസ്, ലൈക്ക് മൊബിലൈസേഷൻ ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. വുമൺസ് എക്സ്പീരിയൻസ് വരുന്നത് അതിൽ. മൊബിലൈസേഷൻ ഇൻ കണ്ടംപററി ടൈംസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ബ്ലോക്ക് 3 പാർട്ടിസിപ്പേഷൻ. ബ്ലോക്ക് 3 പാർട്ടിസിപ്പേഷനിലും എന്തൊക്കെയാണ് ഇഷ്യൂസ്, ഇത് വരുന്നത് യൂണിറ്റ് 9 ആണ്. ഇഷ്യൂസ് കൺസേണിങ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഒരു യൂണിറ്റ് ആണ്, യൂണിറ്റ് നെയിം ആണ്. ഇതിൽ പാർട്ടിസിപ്പേഷൻ വരുന്ന അല്ലെങ്കിൽ ഇഷ്യൂസ് നമുക്ക് യൂണിറ്റിന്റെ ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതിലൂടെ ഡിസ്കസ് ചെയ്യാം. ക്യാപ്ചറിങ് വുമൺസ് വർക്ക്, ദെൻ വുമൺസ് വർക്ക് പാർട്ടിസിപ്പേഷൻ സ്റ്റാറ്റസ് എന്തൊക്കെയാണെന്നുള്ളത്, ലേബർ ഫോഴ്സ് ആൻഡ് വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ്സ്, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വുമൺസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. ഏറ്റവും
ഒരു കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. താഴേക്ക് വരുന്ന ടോപ്പിക്സ് നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, മുന്നത്തെ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ വരുന്നത് നമ്മുടെ LFPR, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് വുമൺസ് വർക്കിൽ എങ്ങനെയാണ് വരുന്നത് നമ്മൾ പക്ക ഡിസ്കസ് ചെയ്യും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കോർ ആയിട്ടുള്ള ഐഡിയ ഇതാണ്. LFPR എങ്ങനെ വുമണിൽ വരുന്നു, അല്ലെങ്കിൽ വുമണിന്റെ LFPR നോക്കുമ്പോൾ അതെങ്ങനെയാണ്, അതിന്റെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ വുമന്റെ എംപ്ലോയ്മെന്റും ഇൻഫ്ലുവൻസും എന്നുള്ളത് പാർട്ടിസിപ്പേഷനും എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ദെൻ വരുന്നത് ലൊക്കേഷനിൽ നമുക്കറിയാം അർബൻ ആൻഡ് റൂറൽ നിന്ന് നമ്മൾ എക്കോണമിയിൽ എന്ത് കാര്യങ്ങളും സ്റ്റഡി ചെയ്യുമ്പം നമുക്ക് ഒരു മേജർ ആയിട്ടുള്ള ലൊക്കേഷൻ ഡിഫറൻസ് വരുന്നത് അർബൻ ആൻഡ് റൂറൽ എന്നാണ്. സോ ഇതിൽ അർബനൈസേഷൻ പ്രോസസ്സും ഒക്കെയാണ് അതിന്റെ ട്രെൻഡ്സ്, ഇഷ്യൂസ്, പിന്നെ മൈഗ്രേഷൻ, വുമൺ ഇൻ മൈഗ്രേഷൻ എന്നുള്ളൊരു ടോപ്പിക് ഒക്കെ വരുന്നുണ്ട് ഇതില്. അർബനൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ വരുന്നുണ്ട്, റീസൺസ് ഫോർ മൈഗ്രേഷൻ വരുന്നുണ്ട്, കോൺസിക്വൻസസ് ഓഫ് മൈഗ്രേഷൻ ആൻഡ് വുമൺ ആൻഡ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറയാൻ അറിയില്ല, നമുക്ക് പറയുന്ന മലയാളത്തിൽ പറയുന്ന കുടിയേറ്റം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മള് ജോലി കാര്യമോ മറ്റു എന്തെങ്കിലും കാര്യങ്ങളോ വിദ്യാഭ്യാസപരമോ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് വ്യതിചരിക്കുന്നതാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സോ അർബനൈസേഷനും മൈഗ്രേഷനും ആണ് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് 11 ആണ്, ദാറ്റ് സെക്ടേഴ്സ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. സോ അതിൽ വരുന്ന വർക്ക് ഫോഴ്സ് കമ്പോസിഷൻ ആണ് ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അൺഓർഗനൈസ്ഡ് മാനുഫാക്ചർ എന്റർപ്രൈസസ്, ദ നേച്ചർ ഓഫ് അൺഓർഗനൈസ്ഡ് മാനുഫാക്ചർ എന്റർപ്രൈസസ് ഡിസ്കസ് ചെയ്യും. ഓൺ അക്കൗണ്ട് മാനുഫാക്ചറിങ് എന്റർപ്രൈസ്, ഈ OAME ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകേണ്ട കാര്യമാണ്. നമ്മുടെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞതിൽ കുറച്ചെണ്ണം ആ ഒരു കാര്യത്തിൽ വരുന്നതാണ് ഈ OAME ഒക്കെ. ദെൻ യൂണിറ്റ് 12 ഒക്യുപ്പേഷൻ, ഡിഫൈനിങ് ഒക്യുപ്പേഷൻ. നമ്മൾ വർക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. സോ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, വർക്ക് ഡിഫൈൻ ചെയ്തു, ദെൻ ഒക്യുപ്പേഷൻ എന്തിനാ വീണ്ടും ഡിഫൈൻ ചെയ്യുന്നത്? സോ രണ്ടും ഡിഫറെന്റ് ആണ്. ദെൻ വുമൺ റെക്കോർഡഡ് ആസ് വർക്കേഴ്സ്, ദെൻ women working, occupation mapping, then occupational segregation in its types and causes of occupational segregation, and income and wage gap, benefits of paid work, policy measures. പെയ്ഡ് വർക്ക്സിന്റെ കാര്യം നമ്മൾ യൂണിറ്റ് ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. ദെൻ ബ്ലോക്ക് ഫോർ മൈഗ്രേഷൻ നമ്മളൊരു യൂണിറ്റിന്റെ അണ്ടറിലായിരുന്നു നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ബട്ട് ഒരു യൂണിറ്റ് അല്ലെ ഒരു ബ്ലോക്ക് തന്നെ നമുക്കത് മൈഗ്രേഷൻ പറഞ്ഞു പോവാനുണ്ട്. സോ മൈഗ്രേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, വാസ്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോവേണ്ടതുണ്ട്. അതിൽ യൂണിറ്റ് 13 തിയറീസ് ആൻഡ് ടൈപ്പോളജീസ് ഓഫ് മൈഗ്രേഷൻ ഉണ്ട്, ഡെഫിനേഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് മൈഗ്രേഷൻ, മോഡൽസ് ആൻഡ് തിയറീസ് ഓഫ് മൈഗ്രേഷൻ, ഡിറ്റർമിനൻറ്റ്സ് ഓഫ് മൈഗ്രേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് മൈഗ്രേഷൻ, ജെൻഡർ ആൻഡ് മൈഗ്രേഷൻ. വി ആർ റിപ്പീറ്റിംഗ് ദാറ്റ് വേർഡ് മൈഗ്രേഷൻ. സോ അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാം മൈഗ്രേഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന്. Then യൂണിറ്റ് 14 മൈഗ്രേഷൻ, ഇൻഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച്. വളരെ സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മൈഗ്രേഷൻ, ഇൻഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഈ ബ്ലോക്കിൽ വരുന്ന അല്ലെങ്കിൽ യൂണിറ്റിൽ വരുന്ന കാര്യങ്ങൾ. മൈഗ്രേഷന്റെ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ട് തന്നെ എഴുതണം. ബട്ട് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ, അതിൽ ഇൻഇക്വാലിറ്റി അങ്ങനത്തെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ, അതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആളാണെങ്കിൽ, അങ്ങനത്തെ ഒക്കെ വായിക്കാനൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്നും വേണ്ട, ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഒരു ആൻസർ ഷീറ്റിൽ എഴുതുക എന്നുള്ളത് മാത്രമല്ല ഒരു നോളജ് എന്ന് പറയുന്നത്, ബട്ട് ഫോർ എക്സാമിനേഷൻ പർപ്പസ് അങ്ങനെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും അല്ലെങ്കിൽ ഒരു ബ്ലോക്കും തന്നെയാണ് ഈ ഒരു യൂണിറ്റ്. ബ്ലോക്ക് 4ഉം അല്ലെങ്കിൽ ഇതിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റ്സും. ഇൻഇക്വാലിറ്റിന്റെ കൈൻഡ് ഓഫ് എന്തൊക്കെ ഇൻഇക്വാലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൽ പഠിച്ചു പോകും. പിന്നെ മൈഗ്രേഷൻ ആൻഡ് മൈഗ്രേഷനിൽ വരുന്ന ഇൻഇക്വാലിറ്റി നമ്മൾ പഠിക്കും. സീസണൽ ലേബർ മൈഗ്രേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി ഇൻ ഇന്ത്യ പഠിക്കും. മൈഗ്രേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് നമ്മൾ പഠിക്കും. ജെൻഡർ, സോഷ്യൽ ചേഞ്ച് ആൻഡ് ഇൻഇക്വാലിറ്റി ആൻഡ് ഇന്റർഫേസ്. സോ അത്രയും ഒരു ഹ്യൂമാനിറ്റീസ് കൈൻഡ് ഓഫ് വരുന്ന ഒരു പേപ്പറാണ് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് ആണ് ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് ടു യൂണിറ്റ് 15 മൈഗ്രേഷൻ ആൻഡ് വൾണറബിലിറ്റീസ് ടു ട്രാഫിക്കിംഗ്. ജെൻഡർ, മൈഗ്രേഷൻ ആൻഡ് ട്രാഫിക്കിംഗ് ബാക്ക്ഗ്രൗണ്ട്,
പലമോ പ്രോട്ടോകോൾ നമ്മൾ പഠിക്കും. വൾണറബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് നമ്മൾ പഠിക്കും. ദെൻ യൂണിറ്റ് 16 മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഈ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, മൈഗ്രേഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ യൂണിറ്റുകളിൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ചലഞ്ചസ്, ലിമിറ്റേഷൻ ഒക്കെ നമ്മൾ ഈ കഴിഞ്ഞ യൂണിറ്റുകളിൽ പഠിച്ചു പോകും. ദെൻ മൈഗ്രേഷൻ, ദിസ് ഇസ് മൈഗ്രേഷൻ ടോ ഐ വിൽ ചേഞ്ച് ദാറ്റ്. മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ട്, അല്ലെങ്കിൽ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൈഗ്രേഷൻ, ഡെവലപ്മെന്റ് ആൻഡ് ജെൻഡർ ലിങ്കേജസ്, കോസ്റ്റ് ആൻഡ് റെമിറ്റൻസ് of migration, skilled migrants, implication of international labor migration. So block 5, I think it's the last block. Yes. Block 5 legislation, social protection and civil policy ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രെയിംവർക്ക് ആൻഡ് അപ്രോച്ചസ് ആണ് യൂണിറ്റ് 17 ഈ ബ്ലോക്കിന്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ വരുന്നുണ്ട്. പ്രൊവൈഡേഴ്സ് ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ. സോഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താ? സാമൂഹ്യ നീതിന്റെ അണ്ടറിൽ വരുന്നതാണല്ലേ. അപ്പം അതിന്റെ ഫ്രെയിംവർക്കും അപ്രോച്ചസും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതിൽ ടൈപ്സ് ഓഫ് ഏതൊക്കെ ടൈപ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്രോച്ചസ് ടു സോഷ്യൽ പ്രൊട്ടക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓവർവ്യൂ ഓഫ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യും. ജെൻഡർ കൺസേൺസ് ഇൻ സോഷ്യൽ പ്രൊട്ടക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 18 എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ലെജിസ്ലേഷൻ ആൻഡ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ്. സോ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇതിൽ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഡിസ്കസ് ചെയ്യും. ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് ഓഫ് സോഷ്യോ എക്കോണമിക് റൈറ്റ്സ് ഡിസ്കസ് ചെയ്യും. ലോസ് പ്രൊട്ടക്ടിങ് വർക്കേഴ്സ് റൈറ്റ്സ് അല്ലെങ്കിൽ ജെൻഡർ സ്പെസിഫിക് ഫെസിലിറ്റീസ് അറ്റ് ദ വർക്ക് പ്ലേസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോഷ്യൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഫോർ വർക്കേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്, ദെൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്, ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഓൺ വുമൻ ടു വർക്ക്, RT, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ദെൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി. ഇതൊക്കെ നമ്മൾ പൊളിറ്റിയിൽ ഒരു, ഞാൻ പറഞ്ഞ ജനറൽ ആയിട്ട് വരുന്ന ഒരു കാര്യത്തിൽ ഹിസ്റ്ററി മാത്രമല്ല പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ഫീൽഡും കൂടെ നമ്മൾ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്തു പോകുന്നതാണ്. നിങ്ങൾ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് എനിക്കറിയില്ല. കാരണം പല ആളുകളുണ്ടാവും ഈ എക്സാം എഴുതുന്ന, അല്ലെങ്കിൽ ഈ ഒരു പല ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് ഈ ഒരു സബ്ജക്ട് എടുത്ത ആളുകളുണ്ടാവും. സോ ഹിസ്റ്ററി എടുത്തവരായാലും പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവരായാലും എക്കണോമിക്സ് പഠിച്ചവരായാലും ഹ്യൂമാനിറ്റീസ് എടുത്തവരായാലും ഈവൻ സയൻസ് എടുത്തവരായാലും പോലും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേപ്പർ തന്നെയാണ് ഈ ഒരു വുമൺ ഇൻ എക്കോണമി എന്ന് പറയുന്ന പേപ്പറും. ഇതിന്റെ ക്രെഡിറ്റ് എത്രയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. എത്ര ക്രെഡിറ്റ് തന്നെ ആയാലും ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേപ്പറിന്റെ കാര്യമല്ല, അല്ലെങ്കിൽ ഒരു ആൻസർ ഷീറ്റിന്റെ കാര്യമല്ല, നമുക്ക് സോഷ്യലായിട്ട് നടക്കുന്ന ഒരു, ഇപ്പം ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്ത ആളുകളാണെങ്കിൽ സോഷ്യലായിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇൻസൈറ്റ് ഫുള്ള് നൽകാൻ വേണ്ടിയിട്ട് കൂടെയുള്ള ഒരു പേപ്പറാണ്. ആ ഒരു രീതിയിലും പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു രണ്ട് രീതിയിലും നിങ്ങൾ എക്സാമിലായാലും റിയൽ ലൈഫിലായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ യൂണിറ്റ് 19 ആണ്. ദിസ് ഇസ് MGNREGA. MNREGA ഓക്കെ, കുഴപ്പമില്ല. MGNREGA എന്നാണ് നമ്മൾ യൂസ് ചെയ്യാറ്. വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 വരുന്നത്. MGNREGA നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു തൊഴിലുറപ്പ് എന്ന് പറയുന്നത്, തൊഴിലുറപ്പ് പോലെ തന്നെ കുടുംബശ്രീ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ വാങ്ങി വരുന്ന ഒരു ആളുകളാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. പക്ഷെ ഇവർ ചെയ്യുന്ന ഒരു വർക്കിനെ എല്ലാം താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പാഠങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നതിലൂടെ അവരുടെ വർക്കിനെ പറ്റി മനസ്സിലാക്കുകയും, വർക്കിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടല്ല, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും പോളിസിനെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിനോടൊക്കെ ആ ഒരു കളിയാക്കലോടുകളൊക്കെ നമുക്കൊരു, അവരുടെ കൂടെ നിന്ന് നമ്മൾ കളിയാക്കാനല്ല, ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി വരും. നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്നതിലൂടെ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തു പോയത്, നമ്മളൊരു സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുമ്പം ഇത്രയും കൂടുതൽ വൾഗറായിട്ടും അല്ലാതെയും ഒക്കെ കമന്റ്സിലൂടെയും പോസ്റ്റുകളിലൂടെയൊക്കെ തൊഴിലുറപ്പ് സ്ത്രീകൾ അല്ലെങ്കിൽ തൊഴിലുറപ്പിന്റെ പണിക്കാർ എന്ന് പറയുന്നത് ഒരു മോശം രീതിയിലോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് ചിത്രീകരിച്ച് വെച്ചിട്ടിരിക്കുന്നത്. അത് കുടുംബശ്രീ ആയാലും കുടുംബശ്രീന്റെ പോളിസിയിലുള്ള വർക്ക് ചെയ്യുന്ന ആളുകളായാലും MGNREGA അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരും, ഇതൊക്കെയും ഗവൺമെന്റ് പോളിസിന്റെ അണ്ടറിൽ വരുന്ന ആളുകളെയാണ്
ഇവര് ഒരു അടിസ്ഥാനമില്ലാതെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും മനസ്സിലാക്കണം. സോ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് സ്ട്രെങ്തൻസ് ഓഫ് ദ ലോ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ദെൻ പോസിറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ദീസ് പോളിസീസ് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഇമ്പാക്ട് ഓഫ് വുമൺ എംപവർമെന്റ് ഒരു വാസ്റ്റായി കിടക്കുന്ന എന്തും ലൈക്ക് നമുക്ക് ചിന്തിച്ചു പോകുന്നതിലൂടെ ഒക്കെ തന്നെ എന്തൊക്കെയോ കിട്ടാനുള്ള ഒരു സാധനമാണല്ലോ വുമൺ എംപവർമെന്റ്. ആസ് എ വുമൺ എന്ന രീതിയിൽ നമുക്ക് കൂടുതലായിട്ട് എഴുതാനും കുറച്ചുകൂടെ ഫീലിങ്സ് ഒക്കെ ഉള്ള ഒരു ടോപ്പിക് ആയിരിക്കും വുമൺ എംപവർമെന്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഇമ്പാക്ട് ഒരു നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി നോക്കുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാവുന്നത് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. പിന്നെ നെഗറ്റീവ് ഫൈൻഡിങ്സ് ആസ് യൂഷ്വൽ നമ്മൾ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് ഫൈൻഡിങ്സും ഏതൊരു സ്റ്റഡിയിലും ഉണ്ടാവും. ദെൻ ചലഞ്ചസ് ഇൻ ഇംപ്ലിമെന്റേഷൻ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. സോ യൂണിറ്റ് 90 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് യൂണിറ്റ് 19 ബാക്കി കൂടെ ഉണ്ട്. ഇതില് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നമ്മൾ ചുരുക്കി പറയുന്ന RTE ആക്ടിനെ പറ്റി നമ്മൾ പറയും. മെക്കാനിസം ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് RTE, പോസിറ്റീവ് ഇമ്പാക്ട്സ് അതിന്റെ ഡിസ്കസ് ചെയ്യും. ഗ്യാപ്സ് ഇൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് RTE ആക്ട്, ചാൻസസ് ഓഫ് എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് RTE ആക്ട്, അതിന്റെ ഗ്യാപ്സ്, പോസിറ്റീവ് ഇമ്പാക്ട്, ചാൻസസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫോർ ബെറ്റർ ഇംപ്ലിമെന്റേഷൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ യൂണിറ്റ് 20 വരുന്നത് വുമൺ ഇൻ പ്ലാനിങ് ആൻഡ് സോഷ്യൽ പോളിസി. വുമൺ ഇൻ പ്ലാനിങ് ആൻഡ് സോഷ്യൽ പോളിസി നമ്മളെ ഒരു ഇത്രയും ഫാക്ച്വൽ ആയിട്ടുള്ള, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നു. ഇനി ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ വുമൺ ഇൻ പ്ലാനിങ്ങിന്റെ ഒരു കൈൻഡ് ഓഫ് ക്രൈറ്റീരിയയിലും സോഷ്യൽ പോളിസിയിലും എങ്ങനെ വുമണിനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ടോപ്പിക്കാണ് യൂണിറ്റ് 20 വരുന്നത്. അതിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് ഇറ്റ്സ് റോൾ. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നീതി ആയോഗ് ആണ്. നീതി ആയോഗിനെ പറ്റിയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു നാരോ ഡൗൺ ഡിസ്കസ് ചെയ്തു പോകും. ദെൻ പ്ലാനിംഗ് ഫോർ വുമൺ ഇൻ ഏർലി 5-year പ്ലാൻസ് പറ്റി ഡിസ്കസ് ചെയ്തു പോകും. ദെൻ വുമൺ കോമ്പണൻസ് ഇൻ സക്സസീവ് 5-year പ്ലാൻസ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വുമൻസ് ഡെവലപ്മെന്റ്, എന്തൊക്കെ തരം ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് വുമൺ ഡെവലപ്മെന്റ്സിന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഡിസ്കസ് ചെയ്തു പോവാം. ദെൻ നാഷണൽ പോളിസി ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ 2001 ഇതൊരു ആക്ട് ആണ്, അത് നമ്മൾ പഠിച്ചിട്ട് പോകും. ദെൻ പ്രോഗ്രാംസ് ആൻഡ് ഓർ സ്കീംസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് വുമൺ. ദെൻ വുമൺ കോമ്പണന്റ് പ്ലാനിങ്. ദെൻ ഒരു ചെറിയ തിരുത്തുണ്ട്, ബ്ലോക്ക് 6 കൂടെ ഉണ്ട്. ഒരു 2-3 യൂണിറ്റ് വരുന്ന ഒരു ബ്ലോക്കും കൂടെയാണ് വുമൺ ആൻഡ് ഗ്ലോബലൈസേഷൻ. സോ യൂണിറ്റ് 21 ഗ്ലോബലൈസേഷൻ ആൻഡ് എക്കണോമിക് ചേഞ്ച് ആണ്. ഗ്ലോബലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, എക്കണോമി പഠിച്ചിട്ടുള്ള രീതിയിലൊക്കെ അറിയാം. നമ്മുടെ മാർക്കറ്റ് ഒരു ബൗണ്ടറിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാതെ വേർഡായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് തുറന്നു വെക്കുന്നതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് കോറായിട്ട് പറഞ്ഞിരുന്നത് അതിന്റെ ഡെഫിനിഷൻ വരുമ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ഭാഗത്തുള്ള ഡെഫിനേഷനൊക്കെ ആയിട്ട് ഞാൻ വരും. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. ദെൻ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ വുമൻസ് എക്കണോമിക് പ്രൊഫൈൽ ഉണ്ട്. പോവർട്ടി ഹാസ് എ വുമൻസ് ഫേസ്. പോവർട്ടി ഹാസ് എ വുമൻസ് ഫേസ് എന്നാണ് പറയുന്നത്. സോ പോവർട്ടിയും വുമണും റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തപ്പം. ദെൻ ഗ്ലോബലൈസേഷൻ എൻറിച്ചസ് ദ റിച്ച് ആൻഡ് ഇംപോവറിഷസ് ദ പുവർ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. റിച്ച് പീപ്പിൾ ബിക്കേം മോർ റിച്ചസ് ആൻഡ് പുവർ പീപ്പിൾ ബിക്കേം മോർ പുവർ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ വേൾഡിലുള്ള എല്ലാ പണക്കാരായിട്ടുള്ള ആളുകൾ വീണ്ടും പണക്കാരാവുകയും പാവപ്പെട്ട ആളുകൾ വീണ്ടും പാവപ്പെട്ടവനായിട്ട് തന്നെ മാറ്റുകയും ചെയ്യുന്ന നയങ്ങളാണ് ഈ ഒരു ലോകത്ത് 1990-കൾക്ക് ശേഷം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ തൊട്ടിട്ട് നടത്തിക്കൊണ്ടു വന്നിട്ടുള്ള വാദങ്ങൾ, ഡിബേറ്റുകൾ നടന്നു പോകുന്നുണ്ട്. സോ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് റിച്ചസിനെ എൻറിച്ച് ചെയ്യുന്നതും പുവറിനെ ഇമ്പോസ് ചെയ്യുന്നതും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ദെൻ വിക്ടിംസ് ആൻഡ് നോൺ പ്ലേസ് അതിന്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്. ദെൻ ഗ്ലോബൽ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് ആൻഡ് വുമൻസ് പ്രെഡിക്കമെന്റ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു മൊത്തമായിട്ടുള്ള ടോട്ടൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു യൂണിറ്റിൽ ഇനിയും ടോപ്പിക്സ് വരുന്നുണ്ട്. വുമൺ ഇൻ ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടർ,
part-time workers in the industrial world, that structural adjustment and women's employment in developing employment in developing world, and women in agriculture, women and commerce, socialist economics. So last 2 units are unit 22 and 23. The new international division of labor ആണ് യൂണിറ്റ് 22 പറയുന്നത്. വാഷിംഗ്ടൺ കൺസെൻസസ് ആൻഡ് ഗ്ലോബൽ പ്രൊഡക്ഷൻ ഔട്ട്സോഴ്സിംഗ് ന്യൂ ഇന്റർനാഷണൽ ഡിവിഷൻ ഓഫ് ലേബർ ആഡം സ്മിത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. സോ ന്യൂ ഇന്റർനാഷണൽ ഡിവിഷൻ ഓഫ് ലേബർ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഫെമിനൈസേഷൻ ഓഫ് പോവർട്ടി ആൻഡ് വർക്ക് ഫോഴ്സ്, മിലേനിയം ഡെവലപ്മെന്റ് ഗോൾ MDG നമ്മളെ നീതി ആയോഗ് ഫോളോ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ഇതാണ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ദെൻ ക്വസ്റ്റ്യൻസ് ഓഫ് ഫെമിനൈസേഷൻ ആൻഡ് മാർജിനലൈസേഷൻ ആണ് യൂണിറ്റ് 23 ലാസ്റ്റ് ഓഫ് ആർ സബ്ജക്റ്റ് ആണ്. വുമൺ ഇൻ ദ എക്കോണമിയിലെ ഏറ്റവും ലാസ്റ്റ് സബ്ജക്ട് യൂണിറ്റ് 23 വരുന്നത്. സോ ഈ ഒരു ഏറ്റവും കൺക്ലൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺക്ലൂഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫെമിനൈസേഷൻ ഓഫ് ദ ലേബർ ഫോഴ്സ് ആൻഡ് ദ പ്രോസസ് ഓഫ് ഫെമിനൈസേഷൻ, തിയറട്ടിക്കൽ ഫ്രെയിംവർക്സ്, മാർജിനലൈസേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 23 നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഈ ഒരു 4 ചെറിയ ടോപ്പിക്കുകൾ കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു സബ്ജക്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസ്, കുറെ എക്സൈറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടാവും ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോയതിലൂടെ. അപ്പം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓരോ ടോപ്പിക്കുകളും വിശദമായിട്ട് തന്നെ സംസാരിച്ച് പോയിട്ടേ നമ്മൾ ഈ ഒരു ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി സബ്ജക്ട് കംപ്ലീറ്റ് ആക്കുള്ളൂ. സോ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് യുവർ ക്ലാസ്സസ്. സോ ഇന്നത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാ ഡൗട്ട്സും ഈ ഒരു ഇതിലെ ടോപ്പിക്സിൽ പറഞ്ഞു പോയതിൽ ഡൗട്ട്സ് വരാൻ സാധ്യതയില്ല. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴേ ഡൗട്ട്സ് വരുള്ളൂ. ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ കോർഡിനേറ്ററായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ മറക്കരുത്. സോ today I'm leaving for a while. So thank you for watching me, and keep learning, and all the best for your studies. Thank you.